പിന്നെ ചേട്ടന്റെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയായിട്ട് ഒത്തുചേരാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും ആയിരിക്കും. ആ ഒരു ക്യാരക്ടർ. ആ, ആ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതിനോട് നോ പറയാനുള്ള ഒരു ഒന്നാമത്തെ കാര്യം എന്താ ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലേ. ആളല്ല. പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾക്ക് ഏത് രീതിയിലാണോ അവരുടെ ചിന്താഗതി പോകുന്നത് ആ ചിന്താഗതിയിലേക്ക് അപ്പോൾ എനിക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു വെറുപ്പ് ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ചിന്താഗതിയോടോ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കഥാപാത്രം ചെയ്യാൻ പാടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പല ചിന്താരീതികളിലും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ എനിക്കൊന്ന് ഐഡിയലായിട്ട് ഉള്ള ഒരു സംഭവം അതായിരിക്കും കുറച്ചുകൂടെ. അതുകൊണ്ടാണ് പല 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 സംഭവം അതെന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്കൽ ആണെന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ പടം കാണാൻ പഠിക്കും. അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തോട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തോട് ഒരു എമ്പതി ഡെവലപ്പ് ചെയ്യണമല്ലോ ഈ കാണുന്ന ആളുകൾ. എങ്കിൽ മാത്രമാണ് അവർക്ക് ആ കഥാപാത്രവും അയാളുടെ വികാരങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ന്യൂട്രൽ പോയിന്റ് പിടിക്കുക അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ചിന്താഗതികൾ ഒഴിവാക്കുകയാണ് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. ചേട്ടൻ ആക്ച്വലി റിയൽ ലൈഫിൽ എങ്ങനെയാണ് യൂഷ്വലി ചില്ലായിട്ടുള്ള ഒരാളാണോ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണോ? ഭയങ്കര റിയൽ ലൈഫിലും ഓക്കെ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അത് മറ്റുള്ളവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കുമല്ലോ, മറ്റുള്ളവർക്കായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട്. അതായത് ഇപ്പം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. പക്ഷെ പല സമയത്തും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ആവശ്യങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റാതാവുകയും വെറുതെ ഒരു ബന്ധമില്ലാതെ വഴി കൂടെ പോകുന്നവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയ്ക്ക് അടിമയാണ് ഞാൻ. അത് കൊള്ളാം. ഞാൻ ഒന്നുകൂടെ പ്രോസസ് ചെയ്യാം എന്താണ് സംഭവിച്ചത്. അതൊരു പ്രത്യേക സൈക്കോളജിക്കൽ കണ്ടീഷനാണെന്നാണ് പലരും പറയുന്നത്, എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ചേട്ടന് കൂടുതലും എന്താണ് ഇപ്പം എല്ലാവരും എടുത്തു പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഉള്ളൊഴിക്കലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. അതിനകത്തെ ക്യാരക്ടറിനോട് നമുക്ക് പല വികാരങ്ങൾ ആസ് ആൻ ഓഡിയൻസ് എനിക്കും പേഴ്സണലി തോന്നിയായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്, ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടതാണ്. അപ്പം എനിക്കും തോന്നിയൊരു വികാരമാണ്, അതായത് ഇദ്ദേഹത്തോട് ഒരു സിമ്പതിയാണ് ചില പോയിന്റിൽ തോന്നുന്നത്. ചില സമയത്ത് ഒരു എമ്പതി തോന്നും, ചില സമയത്ത് ഭയങ്കര ഒരു ദേഷ്യം തോന്നും, എന്ത് ചെയ്യാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നും. അപ്പം പല ടൈപ്പ് ഓഫ് ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനോട് ആസ് ആൻ ഓഡിയൻസ് നമുക്കും തോന്നിയത്. അപ്പൊ അത് പോർട്രേ ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഒരുപാട് സിനിമയിൽ നമ്മൾ എന്താ പറയാ മരിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കുറച്ചൊരു ഡിഫറെന്റ് ആയിരുന്നു ഈ ഒരു സിനിമയില് നമ്മളത് കണ്ടപ്പോ. എന്നുവെച്ചാൽ ഒന്നാമത് ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ആ ഒരു സിനിമയുടെ മൂഡായിരിക്കും ചിലപ്പോൾ അതിനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിനകത്ത് എന്താണ് ബേസിക്കലി എന്തെങ്കിലും ഒരു റെഫറൻസോ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഒരു മൂവി അഭിനയിക്കാൻ നേരത്ത്? ഇല്ല, അങ്ങനെ റെഫറൻസ് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. സ്ക്രിപ്റ്റിനകത്ത് സീൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ മൊമെന്റ് അഭിനയിക്കുക എന്നുള്ളതാണ്. അഭിനയിച്ചു കഴിഞ്ഞപ്പം വർക്കായതാണ് അത്. അല്ലാതെ പ്രത്യേകിച്ച് ഭയങ്കര റെഫറൻസ് ഒന്നും എടുത്തില്ല. ആ ടൈമിൽ അവിടുത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, എന്നിട്ട് അതിൻ്റെ ഒരു സംഭവം. അപ്പം ഇതിന് കൃത്യം ഇന്ന രീതിയിൽ ഇന്നത് സംഭവിക്കുള്ളൂ എന്ന് ഒരു അസുഖത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ക്യാൻസറിനെ കുറിച്ചൊക്കെ. അപ്പൊ അത് ഏത് രീതിയിൽ വേണേലും ആവാം. അത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, പിന്നെ കുറച്ച് ഏതായിരിക്കും കുറച്ചുകൂടെ സിനിമാറ്റിക് ആയി നിൽക്കുക എന്നുള്ളതും കൂടെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഭയങ്കര റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നൊക്കെ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്. ഓക്കെ, ചേട്ടൻ ഇങ്ങനെ റൈറ്റിങ്ങും ചേട്ടന് ഇഷ്ടമുള്ള ഒരു കാര്യം ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആസ് എ എന്താ പറയാ ചില റൈറ്റേഴ്സിന് ഒരു പെർട്ടിക്കുലർ ജോണർ ആയിരിക്കും അവര് ഫോളോ ചെയ്യുന്നത്. ചേട്ടനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ജോണർ? എനിക്ക് കുറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലറുകളോടാണ് ഒരു പ്രത്യേക താല്പര്യമുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ എഴുതി വരുമ്പോ എല്ലാം കുറച്ച് സൈക്കോളജിക്കലായി പോവാറുണ്ട്. ഒരു സൈക്കോ പരിപാടി മൊത്തത്തിൽ കിടപ്പുണ്ട്. ചേട്ടന്റെ പല കഥാപാത്രങ്ങളിലും അത് പ്രതിഫലിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതിന്? അത് ചിലപ്പോ ഞാൻ സൈക്കോ ആയോണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പം എന്തെങ്കിലും ഉണ്ടോ ഇൻ സ്റ്റോക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ? പ്രതീക്ഷിക്കുന്നതിന് തെറ്റില്ല, പക്ഷെ അത് എനിക്കറിയില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എഴുതുക, ഡയറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക, നമ്മളൊരു ആക്ടറെ കൺവിൻസ് ചെയ്യുക,
എന്നിട്ട് അയാളെ വെച്ചിട്ട് സിനിമ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ആക്ടറിനെ വെച്ച് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? കുറേ ഉണ്ട്, കുറേ പേർക്ക്. അതിലൊരാളെ മൂന്നാല് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എനിക്കറിയില്ല അത്. സൈക്കോളജിക്കൽ ത്രില്ലർ ആവുമ്പം എനിക്ക് തോന്നുന്നു ചേട്ടന് സാമ്യമുള്ള നമ്മളുടെ ഫഹദ് ഫാസിലായിരിക്കും. ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ ഫഹദ് ഫാസിലിനെ വെക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു സംഭവം നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അത് ഒരു എനിക്ക് DQനെ ദുൽഖർ ആ സീനൊക്കെ വെച്ച് ചെയ്താൽ കൊള്ളാവുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഏതാ? ബെസ്റ്റ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ? എല്ലാവരും ഇഷ്ടമാണ്. എല്ലാരും സൈക്കോളജിക്കൽ. ദുൽഖർ സൽമാൻ, ആസിഫ് അലി അത്ര ഫേവറേറ്റ് ആയതുകൊണ്ടാണ് അവരോട് വർക്ക് അല്ലല്ല, കഥാപാത്രങ്ങൾക്ക് ചേരുന്നതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നല്ലേ? ശരിക്കും അല്ല, ഫേവറേറ്റ് അല്ലെന്നല്ല, എനിക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ്, മനസ്സിലായി. അതുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഒരു റൈറ്റർ ആയിട്ടാണോ അതോ ഡയറക്ടർ ആയിട്ടാണോ? ഡയറക്ടറായിട്ട് നിൽക്കാം. ഡയറക്ടർ. ഓക്കെ ഓക്കെ. ഇപ്പം ഇതൊക്കെ സത്യം പറഞ്ഞ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഒരു ആക്ടർ ആവണമെന്നായിരുന്നു ചേട്ടന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞതോ ഈ ടെക്നീഷ്യൻ ആയിട്ട്, അതായത് ആക്ടർ ആവണമെന്ന് തന്നെയാണ്, ആക്ടർ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അന്നും അത് തന്നെയായിരുന്നു ആഗ്രഹം ബേസിക്കലി. ഓക്കെ ഓക്കെ ഓക്കെ. അത് കാരണം ഇപ്പം ഫിലിം സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് ചോദിക്കാൻ, അതായത് അന്ന് ബേസിക്കലി അത് ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകൾ എന്ന് വെച്ചാൽ ഷട്ടർ ഐലൻഡ്, ഫൈറ്റ് ക്ലബ്ബ്, ഓക്കെ, അങ്ങനെയുള്ള സിനിമകളാണ്. ഇപ്പോൾ സ്പൈഡർമാൻ്റെ 1 ഫസ്റ്റ് പാർട്ട് നമ്മുടെ തുടക്കത്തിലുള്ള, പിന്നെ ജുറാസിക് പാർക്കിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ സിനിമ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ എലമെൻസും ഉണ്ട്. ഇപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും എല്ലാം ഭയങ്കര എന്താണ്, ഒരു 100% കൺവിൻസിങ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആ പഴയ പടങ്ങൾ, ഇപ്പോൾ ചെറുപ്പത്തിലായിരിക്കുമല്ലോ നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ ഫസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അത് TV കണ്ടിട്ട് പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. ഇനി എങ്ങാനും ജുറാസിക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്നുള്ളൊരു. അപ്പോൾ ആ ഒരു എലമെന്റ്, അല്ലെങ്കിൽ ആ ഒരു കൺവിൻസിങ് എലമെന്റ് ഇപ്പോഴും നമ്മൾക്ക് ആ പടം കാണുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടെക്നോളജി ഒന്നും ഇത്ര വളർന്നിട്ടില്ല, ഈ രീതിയിലല്ലായിരുന്നു അവർ സിനിമ ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടോ അതിനകത്തൊക്കെ കുറേ മാജിക്കുകളുണ്ട്. അപ്പോൾ ആ സിനിമകളാണ് ഞാൻ ജനറലി ഇഷ്ടപ്പെടുന്നത്. അതാണ് നമ്മള്. പിന്നെ ഒരുപാട് ക്ലാസിക് ഗംഭീരമായിട്ടുള്ള സിനിമകളുണ്ട്. ഞാൻ പെട്ടെന്ന് കൊമേഴ്ഷ്യലി, ഞാൻ കുറച്ചൊരു കൊമേഴ്ഷ്യലി ചിന്തിക്കുന്നതും കൂടെ ഒരാളാണ്. ഭയങ്കര പെട്ടെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് സിനിമകളൊക്കെ ഓർമ്മ വരും. കാരണം നമ്മൾ ഒരുപാട് സിനിമ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന സിനിമകള്, ഷോഷാങ്ക് റിഡംപ്ഷൻ, ഓക്കെ, ഓക്കെ ഓക്കെ, പഞ്ചനായി.